ഇന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ചേരുകയാണ്. രാഹുൽ ഗാന്ധിയോട് പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം ഏറ്റെടുക്കാൻ നേതാക്കൾ ഈ യോഗത്തിൽ ആവശ്യപ്പെടുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. രാവിലെ 11 മണിക്ക് ദില്ലിയിലെ അശോക ഹോട്ടലിലാണ് യോഗം ചേരുന്നത്. സ്വാതി, എന്താണ് ഈ യോഗം സംബന്ധിച്ച് പുറത്തുവരുന്ന കൂടുതൽ കാര്യങ്ങൾ? പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ കോൺഗ്രസ് തയ്യാറായി കഴിഞ്ഞു എങ്കിൽ പോലും ഒരു സർക്കാർ രൂപീകരണ ചർച്ച എന്ന ഒരു പ്രതീക്ഷ ഒരു അറ്റത്തെങ്കിലും ഉണ്ട് എന്ന രീതിയിലുള്ള നീക്കങ്ങൾ പല ഘട്ടങ്ങളിലും അവർ നടത്തിയിരുന്നു, അല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ നടത്താൻ അവർ നീങ്ങുന്നുണ്ട് എന്നാണ് പല രീതിയിൽ നമുക്ക് സോഴ്സുകളിൽ നിന്നൊക്കെ അറിയാൻ സാധിക്കുന്നത്. എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? പ്രിയ, ഈ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി യോഗം ഇന്ന് എന്തായാലും ദില്ലിയിൽ ചേരുമ്പോൾ പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിൻ്റെ അല്ലെങ്കിൽ അവരുടെ പ്രകടനവുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകളും അത് സംബന്ധിച്ച ചർച്ചകളും എന്തായാലും ഉണ്ടാകും. എങ്കിലും ഏറ്റവും പ്രധാനമായി കാണേണ്ടത് ആരായിരിക്കും പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ലോക്സഭാ കക്ഷി നേതാവ് ആരായിരിക്കും എന്നുള്ളൊരു ആ ഒരു വിഷയത്തിലായിരിക്കും കൂടുതൽ ചർച്ചകൾ പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും കോൺഗ്രസിൻ്റെയും ഇന്ത്യ മുന്നണി നേതാക്കളുടെയും ഭാഗത്തു നിന്നും രാഹുൽ ഗാന്ധിയുടെ പേര് തന്നെയാണ് ഉയർന്നു വന്നിട്ടുള്ളത്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ സ്ഥാനത്തേക്ക് എത്തണമെന്നുള്ള ആവശ്യം വലിയ രീതിയിൽ ഈ നേതാക്കളൊക്കെ തന്നെയും ഇന്ത്യ മുന്നണി ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെയും ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും പ്രചരണ രംഗത്ത് വലിയ തോതിൽ സീറ്റ് വർദ്ധിപ്പിക്കാൻ കോൺഗ്രസിനായിട്ടുണ്ട്. 99 സീറ്റുകളോളം നേടിയിട്ടുള്ളതിൽ രാഹുൽ ഗാന്ധിക്ക് കൃത്യമായ പങ്കുണ്ട് എന്നുള്ള അവകാശമാണ് ബാക്കിയുള്ള നേതാക്കളിൽ നിന്ന് ഉയരുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയെ അപ്പുറത്തേക്ക് വേറൊരു പേര് ഇതുവരെയും നിർദ്ദേശിക്കുവാൻ വേണ്ടി കോൺഗ്രസ് നേതാക്കളൊന്നും തന്നെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി നേതാക്കളൊന്നും തന്നെ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദിവസം ഇന്ത്യ മുന്നണി, അതായത് ഈ സർക്കാർ രൂപീകരിക്കും എന്നുള്ളത് ഒരു സൂചനകളൊക്കെ പുറത്തേക്ക് വന്നപ്പോൾ അത് സംബന്ധിച്ച ചർച്ചകൾക്കൊടുവിൽ ഖാർഗെ പറഞ്ഞതും രാഹുൽ ഗാന്ധി ഈ പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനം അലങ്കരിക്കണം, അതിനപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധി വിസമ്മതിച്ചാൽ മാത്രമേ, ഇപ്പോൾ കെ സി വേണുഗോപാൽ അടക്കമുള്ളവരുടെ പേരുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ടെങ്കിലും രാഹുൽ ഗാന്ധി വിസമ്മതിച്ചാൽ മാത്രമേ അത്തരത്തിലൊരു തീരുമാനത്തിലേക്കൊക്കെ പോകേണ്ടതായിട്ടുള്ളൂ എന്നുള്ളത് ഒരു ശക്തമായ തീരുമാനത്തിലേക്ക് തന്നെ ഇന്ത്യ മുന്നണി നേതാക്കൾ പോയിട്ടുണ്ട്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയാണ് ഈ വിഷയത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളതും നേതാക്കൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഇന്നെന്തായാലും അത് സംബന്ധിച്ച തീരുമാനം കൂടി ഉണ്ടാകും. കൃത്യമായ പ്രതിപക്ഷമായി അല്ലെങ്കിൽ ശക്തമായ പ്രതിപക്ഷമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഖാർഗെ അടക്കമുള്ള നേതാക്കൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുള്ളത്. മോദിക്ക് ഈ ഒരു ഘട്ടം എന്തായാലും ഈ സർക്കാർ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും വലിയ പ്രതിസന്ധികൾ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ഒരു സ്വാധീനം വളരെ വലുതായിരിക്കും. വലിയ തരത്തിൽ പ്രതിരോധം തീർത്തുകൊണ്ട് ഭരണഘടനയെ സംരക്ഷിച്ചുകൊണ്ട് വർഗീയ ഫാസിസ്റ്റുകൾക്കെതിരായി വലിയ പോരാട്ടം നടത്തുമെന്ന പ്രഖ്യാപനം തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ പുരോഗമിക്കുകയാണ്. അത് സംബന്ധിച്ച് തന്നെയായിരിക്കും ഇന്നത്തെ പ്രവർത്തക സമിതി യോഗവും വിശദമായി ചർച്ച ചെയ്യുന്നത്. അതിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന്, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കോൺഗ്രസിൻ്റെ ഒക്കെ തന്നെയും പ്രകടനം വിലയിരുത്തുക, അത് സംബന്ധിച്ച ചർച്ചകൾ കൂടി നടക്കുന്നുണ്ട്. നേതാക്കളൊക്കെ തന്നെയും ദില്ലിയിൽ എത്തിയിട്ടുണ്ട്. ഇന്നലെ തന്നെ നേതാക്കൾ എത്തി. അത് സംബന്ധിച്ച് ഇന്നെന്തായാലും ഉച്ചയോടെ, അതായത് 11 മണിക്ക് ശേഷമായിരിക്കും യോഗം ചേരുക. അതിനുശേഷം ഇത് സംബന്ധിച്ച വിഷയങ്ങളിലൊക്കെ തന്നെയും വലിയൊരു തീരുമാനം, ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കോൺഗ്രസിനും എത്തേണ്ടതായിട്ടുണ്ട്. പ്രിയ, ശരി സ്വാതി, എന്തായാലും വിശദമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. രാവിലെ തന്നെ ഇത് സംബന്ധിച്ച് ദില്ലിയിൽ നടക്കുന്ന ചർച്ചകൾ സംബന്ധിച്ച്, സർക്കാർ രൂപീകരണം സംബന്ധിച്ചുള്ള തീരുമാനങ്ങളും അവരുടെ നീക്കങ്ങളും സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങളാണ് വിശദമായി സ്വാതി നൽകിയത്. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗവും ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും വരും മണിക്കൂറുകൾ ഇതിൻ്റെയൊക്കെ അപ്ഡേഷൻസ് അറിയാനുള്ളത് തന്നെയാണ്. ഇന്നത്തെയും നാളത്തെയും ഒക്കെ പ്രധാനപ്പെട്ട വാർത്തയും ഇതുതന്നെ ആയിരിക്കും.